ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ചെറിയ കഥ കേൾക്കാം. ഒരിക്കൽ ആശ്രമവാസിയ ഒരു യുവാവ് മഠ അധിപതിയുടെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, ഗുരു, എൻ്റെ മുറിയിൽ താമസിക്കുന്ന ആളെ അങ്ങ് ആശ്രമത്തിൽ നിന്ന് പുറത്താക്കണം. കാരണം അയാൾ രാത്രി ആരും കാണാതെ പുക വലിക്കുന്നുണ്ട്. മുറിയിലാകെ പുകയുടെ ഗന്ധമാണ്. മഠാധിപൻ പറഞ്ഞു, ഞാൻ അയാളെ മുറിയിൽ നിന്ന് മാറ്റിത്തരാം. അത് നിങ്ങൾക്ക് വേണ്ടിയല്ല, അയാൾക്ക് വേണ്ടിയാണ് എന്ന്. എന്നിട്ട് ഗുരു തുടർന്ന് പറഞ്ഞു, പുകവലിയുടെ ദൂഷ്യം എനിക്കറിയാം. എന്നാൽ അതിനേക്കാൾ വലിയ മലിനീകരണമല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഈ ഒരാഴ്ചക്കിടയിൽ 5-ാമത്തെ ആളുടെ കുറ്റവുമായിട്ടല്ലേ നിങ്ങൾ എൻ്റെ അടുക്കലെത്തിയത്? അന്തരീക്ഷ മലിനീകരണത്തെക്കാൾ ഗുരുതരമാണ് മനസ്സിൻ്റെ മലിനത. ഒരാളെക്കുറിച്ചും ഒരു നന്മ പോലും കണ്ടെത്താൻ കഴിയാതെ വരുന്നതും അശുഭകരമായ വാർത്തകൾ മാത്രം ശ്രദ്ധയിൽപ്പെടുന്നതും കണ്ണിൻ്റെ പ്രശ്നമല്ല, മനസ്സിൻ്റെ വൈകൃതമാണ്. അതുകൊണ്ട് ആദ്യം താങ്കളുടെ മനസ്സ് നന്നാക്കുവാൻ ഗുരു ഉപദേശിച്ചു കൊടുത്തു. എന്താണ് ഈ ചെറിയ കഥ നമുക്ക് തരുന്ന സന്ദേശം? മറ്റുള്ളവരുള്ള കുറ്റങ്ങൾ മാത്രം കണ്ടെത്തുന്നതിന് പകരം അവരിലെ നന്മ അംഗീകരിക്കാൻ കഴിയുന്നതാണ് സംസ്കാരമെന്ന് ആർണോൾഡ് എന്ന ചിന്തകൻ പറയുന്നു. ഒരാളുടെ കുറ്റം പല പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ അറിയാതെ നാമും ആ തെറ്റിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരിലെ ഗുണങ്ങൾ കണ്ടെത്തി പരസ്യമായി വാഴ്ത്തുന്നതും പോരായ്മകൾ കണ്ടാൽ രഹസ്യമായി അത് തിരുത്തുന്നതുമാണ് സഹജീവി ധർമ്മം. മറ്റൊരാൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകുവാൻ മാത്രം വ്യക്തിവൈശിഷ്ട്യം നമുക്കുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതല്ലേ? പരദൂഷണം പറയാൻ ഒരുങ്ങുന്നവരോട് എനിക്കത് കേൾപ്പാൻ താല്പര്യമില്ലെന്ന് പ്രതികരിക്കാൻ ശേഷിയുണ്ടാക്കിയെടുക്കണം. അപ്പോൾ നാം പരദൂഷണക്കാരുടെ അഭയകേന്ദ്രമാകുകയില്ല. ചെയ്ത തെറ്റുകൾ തിരുത്തപ്പെടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് പ്രചരിക്കപ്പെട്ട തെറ്റുകൾ തിരുത്തുവാനെന്ന് നാം മനസ്സിലാക്കണം. ആരിൽ എത്തുമ്പോഴാണോ ഒരു അപവാദം അവസാനിക്കുന്നത്, അയാളാണ് മഹാത്മാവ് എന്ന് പറയും. മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്തുക എളുപ്പമാണ്, പക്ഷേ സ്വന്തം തെറ്റ് കാണുക വിഷമമാണെന്ന് ശ്രീബുദ്ധൻ പറയുന്നു. ഇതെത്ര വാസ്തവമാണ്. നമുക്കും എല്ലാവരിലുള്ള നന്മ കണ്ട് അത് അനുകരിക്കുവാനും സ്വന്തം തെറ്റുകളെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് തിരുത്തിക്കൊണ്ട് നന്മ നിറഞ്ഞൊരു ഹൃദയത്തിനുടമയായി ജീവിപ്പാനും ദൈവം ബലം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം.